നമസ്കാരം. ഞാൻ ഡോക്ടർ അലോക്, ആൽഫ മെഡിക്കൽ ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറാണ്. ഇന്ന് എയ്ഡ്സ് HIV പറ്റിയൊരു അവബോധം ഒരു ലെക്ചർ പറയാനായിട്ടാണ് വന്നിരിക്കുന്നത്. കോമൺ ആയിട്ടുള്ളൊരു കൺഫ്യൂഷനാണ്, എന്താണ് HIV, എന്താണ് എയ്ഡ്സ്, ഇത് രണ്ടും ഒന്നാണോ, തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കോമൺ ആയിട്ടുള്ളൊരു കൺഫ്യൂഷനെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പോൾ HIV എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതൊരു വൈറസാണ്. ആ വൈറസ് ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥ, അതിനെയാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, എയ്ഡ്സ് എന്ന് പറയുന്നത്. അക്വയർഡ് എന്ന് പറയാൻ കാരണം അത് നമുക്ക് ജനനശേഷം ലഭിക്കുന്ന ഒരു രോഗാവസ്ഥ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ അക്വയർഡ് എന്ന് പറയുന്നത്. ഇനി ഈ വൈറസ് HIV എന്ന് പറയുന്ന വൈറസ് എങ്ങനെയൊക്കെ ട്രാൻസ്മിറ്റ് ആവാം, അതായത് പകരാം എന്നുള്ളതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ സെക്ഷൽ ട്രാൻസ്മിഷൻ, അതായത് നിങ്ങളുടെ പാർട്ട്ണർക്ക് അല്ലെങ്കിൽ പങ്കാളിക്ക് HIV പോസിറ്റീവ് ആണെങ്കിൽ അത് നിങ്ങൾക്കും ലഭിക്കാനുള്ള, ഒരു വ്യക്തിക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമതായി നമ്മൾ പറയുന്നത് പെരിനേറ്റൽ ട്രാൻസ്മിഷൻ എന്ന് പറയും, അതായത് HIV പോസിറ്റീവായ ഒരമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് HIV പകരുന്നത്. പിന്നെയുള്ളത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴിയാണ്. അതിപ്പോൾ വളരെ റെയറായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയാലും ബ്ലഡ് സ്വീകരിക്കാൻ പോയാലും ഒരുപാട് ടെസ്റ്റുകളും സ്ക്രീനിങ്ങുകളും എല്ലാം ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി HIV പകരുന്ന ഒരു ട്രാൻസ്മിഷൻ, ആ ഒരു രീതി ഇപ്പോൾ വളരെ റെയറാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എക്സ്പോഷർ വരുന്ന ആൾക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ട ഹെൽത്ത് കെയർ പ്രൊഫഷണൽസാണ്. അതായത് ബോഡി ഫ്ലൂയിഡ്സുമായിട്ട്, വ്യക്തികളുടെ, രോഗികളുടെ ബോഡി ഫ്ലൂയിഡ്സുമായിട്ട് എക്സ്പോഷറുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, ബാക്കി മെഡിക്കൽ സ്റ്റാഫ്, അവരെല്ലാവരും തന്നെ എക്സ്പോസ്ഡ് ആണ്. അവർക്ക് കുറച്ച് റിസ്ക് കൂടുതലായി നമ്മൾ പറയാറുണ്ട്. ഇനി ഒരു വ്യക്തി HIV വൈറസിന് എക്സ്പോസ് ആയാൽ അത് പിറ്റേന്ന് മുതൽ തന്നെ, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ് അതിൻ്റെ ലക്ഷണങ്ങൾ, അതായത് എയ്ഡ്സിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും എന്നല്ല. ഇൻഫെക്ഷൻ കിട്ടിയാൽ വളരെ സ്ലോ ആയിട്ട് ആക്ട് ചെയ്യുന്നൊരു വൈറസാണ് HIV വൈറസ്. ഒരു 10 വർഷത്തോളമൊക്കെ എടുത്തിട്ടാണ് ഇത് HIV വൈറസ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാക്കി അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം, അതായത് എയ്ഡ്സ് എന്ന രോഗലക്ഷണത്തിലേക്ക് മാറുന്നത്. അപ്പോൾ ഒരു HIV പോസിറ്റീവായ ഒരാൾ, ആ വൈറസ് എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ബോഡിയിൽ വന്നിട്ട് പ്രതിരോധശേഷിക്ക് ആവശ്യമായ സെല്ലുകളുണ്ട്, അത് CD4 സെൽസ് എന്ന് പറയും. ആ സെല്ലുകളുടെ അളവ് കുറയ്ക്കും. നോർമലായി പറയുമ്പോൾ ഒരു 500 മുതൽ 1200 വരെയാണ് CD4 സെല്ലിൻ്റെ കൗണ്ടെന്ന് പറയുന്നത്. അത് കുറഞ്ഞ് 500, അതിലും താഴ്ന്ന് പിന്നീട് ഒരു 200 ലെവലിലോട്ടൊക്കെ താഴുമ്പോഴാണ് നമ്മളതിനെ എയ്ഡ്സ് എന്നൊക്കെ പറയും, അതിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങുന്നത്. അപ്പോൾ എന്താണ് രോഗലക്ഷണങ്ങൾ, അത് അറിഞ്ഞിരിക്കണം. നമുക്ക് കോമണായി അറിയാവുന്ന തന്നെയാണ് വിട്ടുമാറാത്ത പനി, മരുന്നെടുത്തിട്ടും വിട്ടുമാറാത്ത പനി, വിട്ടുമാറാത്ത, അതായത് തുടർച്ചയായ വയറിളക്കം, ഛർദി, വെയിറ്റ് കുറയൽ, വെയിറ്റ് ലോസ്, പിന്നെ നാവിനകത്ത് വെള്ളപ്പാടുകൾ കാണുക, ഇങ്ങനെയുള്ളതെല്ലാം കോമണായിട്ട് കാണുന്ന സിംറ്റംസ്, രോഗലക്ഷണങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു രോഗലക്ഷണങ്ങൾ ആയിരിക്കില്ല മിക്കപ്പോഴും നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരുന്നത്. സാധാരണയായി നമ്മൾ എപ്പോൾ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ടെസ്റ്റുകളൊക്കെ ഓരോരുത്തർ ചോദിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഒരു HIV ഇൻഫെക്ഷൻ കിട്ടിയുള്ളൊരു വ്യക്തി, ആ വ്യക്തിക്കൊരു സർജറി വേണം, അല്ലെങ്കിൽ പുള്ളിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ട്രോമ സംഭവിച്ചു, അതിനുശേഷം ആശുപത്രിയിൽ വരുമ്പോൾ പരിശോധനയുടെ ഭാഗമായി, അല്ലെങ്കിൽ സർജറിയുടെ ഭാഗമായിട്ട് ട്രാൻസ്മിഷൻ, അതായത് പകരാൻ സാധ്യതയുള്ള വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ആ ടെസ്റ്റുകളാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് C, സിഫിലിസ്, അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ HIV ടെസ്റ്റും ചെയ്യും. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ HIV പോസിറ്റീവായിട്ടുള്ള വ്യക്തികളെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് കാണുന്നത്. ഇനി നമ്മൾ HIV ടെസ്റ്റിനെ പറ്റി പറയുമ്പോൾ എന്തൊക്കെ ടെസ്റ്റാണ് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് HIV എലൈസ ടെസ്റ്റാണ്. ഇനി എലൈസ ടെസ്റ്റ് പോസിറ്റീവായൊരു പേഷ്യൻ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CD4 കൗണ്ട്, അതിൻ്റെ അളവ് ഒരു ബോഡിയിൽ എത്ര, നേരത്തെ പറഞ്ഞ പോലെ 500 to 1200, 1200 വരെയാണ് നോർമലായി കാണുന്നത്. ആ ലെവൽ താഴ്ന്ന് 500, അതിൽ 200 താഴെ വരുമ്പോഴാണ് എയ്ഡ്സിൻ്റെ രോഗലക്ഷണങ്ങൾ, അല്ലെങ്കിൽ രോഗാവസ്ഥ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ CD4 കൗണ്ടും നോക്കും. അപ്പോൾ HIV എലൈസയും CD4 കൗണ്ടുമാണ് നോർമലി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ. പിന്നെ ബാക്കി ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, HIV വൈറൽ ലോഡ്, ആ ടെസ്റ്റുകളൊക്കെ ചെയ്യാറുണ്ട്. ഇനി ഒരാൾ HIV ടെസ്റ്റ് പോസിറ്റീവ് ആയാൽ അടുത്തത് എന്ത് എന്നുള്ള ചോദ്യമാണ്.
അപ്പോൾ അടുത്ത എത്രയും ഒരു പഴയ കാലഘട്ടത്തിൽ HIV പോസിറ്റീവ് ആവുക എന്ന് പറയുന്ന ഒരു രോഗം വരിക എന്ന് പറയുന്നത് ഒരു ഭയങ്കര സോഷ്യൽ സ്റ്റിഗ്മയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊരു രോഗാവസ്ഥയായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. ഇപ്പം അതുപോലൊന്നുമല്ല. ഒരുപാട് അതായത് നല്ല റിസൾട്ട് തരുന്ന മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതിനെയാണ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി എന്ന് നമ്മൾ പറയുന്നത്. കറക്റ്റ് ഡോസ് കൃത്യമായി ഒന്നും മുടങ്ങാതെ നമ്മളത് എടുക്കാമെന്ന്, അത് രോഗി അത് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് കാണും ആ രോഗിക്ക്. അതുപോലെ തന്നെ ആ രോഗിയിൽ നിന്ന് അല്ലെ ആ വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തിയിലേക്ക് ഇത് പകരുന്ന, അതായത് ഈ ട്രാൻസ്മിഷൻ വരുന്നതിനുള്ള അളവുകൾ വളരെ കുറവ്, ചാൻസും വളരെ കുറവായിരിക്കും. പിന്നെ കോമൺ ആയിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഡൗട്ട്സാണ്, ഇപ്പോൾ എനിക്കൊരു നീഡിൽ പ്രിക്ക് കിട്ടി, HIV പേഷ്യൻറ്റിൻ്റേതാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നു, HIV ഡൗട്ടുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണുക എന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറയും. അതായത് നമുക്കൊരു എക്സ്പോഷർ ഉണ്ടായാൽ എടുക്കാവുന്ന മരുന്നുകൾ, അത് കൃത്യമായിട്ട് ഡോസ് മുടക്കാതെ അത് നമുക്ക് എടുക്കണം. അത് 24 മണിക്കൂറിനുള്ളിൽ തുടങ്ങണം എന്നാണ് നമ്മൾ പറയുന്നത്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണുക. പിന്നെ വേറെ കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഒരു HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു രോഗിക്ക് ഞാനൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്താൽ, ഇല്ല ഞാനൊന്ന് കെട്ടിപ്പിടിച്ചാൽ, ആ രോഗി അല്ലെങ്കിൽ വ്യക്തി ഉപയോഗിച്ച ടവൽ ഞാൻ ഉപയോഗിച്ചാൽ, സെയിം ടോയ്ലറ്റ് ഉപയോഗിച്ചാൽ, സെയിം പ്ലേറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചാൽ, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ എനിക്ക് ഇൻഫെക്ഷൻ കിട്ടുമോ, ആ രോഗിക്ക് ഇൻഫെക്ഷൻ കിട്ടുമോ, വേറൊരാൾക്ക് കിട്ടുമോ എന്നുള്ളൊരു വളരെ തെറ്റിദ്ധാരണകൾ, അത് വളരെ തീർച്ചയായും തെറ്റിദ്ധാരണകൾ മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ട്രാൻസ്മിഷൻ മെത്തേഡ്സ് മാത്രമേ ഉള്ളൂ. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഭയങ്കര റയറായിരുന്നു അത്. പിന്നെ ഏറ്റവും കോമൺ ആയിട്ടുള്ള സെക്ഷൽ ട്രാൻസ്മിഷൻ, പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്.